ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഫാമിലി ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ മലപ്പുറം പെരിന്തമണ്ണയിലെ ഇറ നാച്ചുറൽ പാർക്കിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. കിഡ്സ് പാർക്ക്, പെറ്റ്സ് പാർക്ക്, എക്സോട്ടിക് ബേർഡ്സ്, ഫിഷ് സ്പാ, ഫിഷ് ഫീഡിംഗ്, ബോട്ടിംഗ്, ഫാം സ്റ്റേ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് തുടങ്ങിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ പാർക്കിലുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പെരിന്തമണ്ണ MES കോളേജിനടുത്തായിട്ടാണ് കേട്ടോ ഈ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത്. കാർ പാർക്കിങ്ങിനൊക്കെ ഇവിടെ നല്ല അടിപൊളി സ്പേസ് വരുന്നുണ്ട്. പാർക്കിംഗ് ചാർജ് ഒന്നും വരുന്നില്ലേ. 80 രൂപയാണ് പാർക്കിലേക്കുള്ള എൻട്രി ഫീ വരുന്നത്. അതിൽ കിഡ്സ് പാർക്കും ഫിഷ് സ്പായും ഇൻഡോർ ഗെയിംസും ഇൻക്ലൂഡ് ആണ്. മറ്റ് ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഓരോ ആക്ടിവിറ്റീസിനും അകത്തുനിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം വരുന്നുണ്ട്. ഞങ്ങൾ ഇതിൽ നിന്ന് 270 രൂപയുടെ കോംബോ ടിക്കറ്റ് ആണ് എടുത്തത്. അതിൽ പെറ്റ് സോണും ഇൻക്ലൂഡ് ആണ്. ഓരോന്നിൻ്റെയും റേറ്റ് ഈ ബോർഡിൽ കാണാട്ടോ. ഇതൊക്കെ ഓഫർ റേറ്റ് ആണ്. വെക്കേഷൻ ആയാൽ റേറ്റിൽ വ്യത്യാസം വരും. 100 സെന്റിമീറ്ററിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ എൻട്രി ഫ്രീ ആണ് കേട്ടോ. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പാർക്കിന്റെ ടൈമിംഗ് വരുന്നത്. വൈകിട്ട് 7:30 ടിക്കറ്റ് ക്ലോസ് ചെയ്യും. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയാൽ നമ്മൾ ആദ്യം കാണുന്നത് കുട്ടികൾക്കായിട്ടുള്ള കാറും കുതിരവണ്ടിയൊക്കെയാണ്. ഇതിനൊക്കെ വേറെ ചാർജ് വരുന്നുണ്ട്. കുതിരവണ്ടിക്ക് ഒരാൾക്ക് 80 രൂപയാണ് വരുന്നത്. വെയിലായതുകൊണ്ട് തന്നെ 4 മണിക്ക് ശേഷം വരുന്നതാണ് കേട്ടോ ബെറ്റർ ഓപ്ഷന്. നല്ലൊരു കിഡ്സ് പ്ലേ ഏരിയ ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് പാർക്കിലേക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നും വരുന്നില്ലേ. എൻട്രി ഫീൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആണ്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിമോട്ട് അഡ്വഞ്ചർ കാറും മുകൾ നിലയിലായിട്ട് ഇൻഡോർ ഗെയിംസും വരുന്നുണ്ട്. ഇൻഡോർ ഗെയിംസിനൊന്നും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ ഐസ്ക്രീം ഷോപ്പും പ്രെയർ റൂമും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഫിഷ് സ്പാ ഒക്കെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്വിമ്മിംഗ് പൂളും ഇവിടെ ഉണ്ട്. മെയിൻ്റെനൻസ് കാരണം ഞങ്ങൾ പോയ സമയത്ത് പൂള് ക്ലോസ്ഡ് ആയിരുന്നേ. പെറ്റ് സോണിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായത്. പെറ്റ് സോൺ ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. കുട്ടികൾക്കൊക്കെ വളരെയധികം എന്തായാലും ഇഷ്ടപ്പെടേ. ഒരു ഓപ്പൺ കിളിക്കൂട്ടിലേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത്. ഇതിനകത്ത് കിളികളും താറാവുകളും ചെടികളൊക്കെ ആയിട്ട് ചെറിയൊരു ഫോറസ്റ്റ് തന്നെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സോണിലേക്ക് പോയി. ഇവിടെ നമ്മുടെ ബേർഡ്സിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് കയറുന്നത് വീണ്ടും വലിയൊരു കിളിക്കൂട്ടിലേക്കാണ്. കേരളത്തിലെ തന്നെ വലിയ എക്സോട്ടിക് ബേർഡ്സ് പാർക്കുകളിൽ ഒന്നാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കവയെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റേ.
കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മോൾക്ക് ചെറിയ പേടി ഉണ്ടെങ്കിലും കിളികളെ തൊടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കുറെ സമയം നമ്മൾ ഇതിന്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. കഴിഞ്ഞോ? ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ പെറ്റ്സ് ആനിമൽസ് ആണ് കാണാനുള്ളത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള പെറ്റ് ആനിമൽസിനെ ഇവിടെ കാണാൻ പറ്റും. ഒട്ടകപക്ഷിയും ഒട്ടകവും ഒക്കെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നേ. ഇത് ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി ആയുള്ള സ്നേക്ക്, റാറ്റ്, ചെറിയ ജീവികളൊക്കെ ഉണ്ട്. പാമ്പിനെയൊക്കെ കയ്യിലെടുത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റേ.
അതുപോലെ തന്നെ ഫിഷ് ഫീഡിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. കുട്ടികൾക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ പെറ്റ് സോണിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. കുട്ടികളായിട്ട് ഇവിടെ വരുന്നവർ നിർബന്ധമായും പെറ്റ് സോൺ വിസിറ്റ് ചെയ്യണേ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇവിടെ മൺപാത്ര നിർമ്മാണമൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 80 രൂപയാണ് ചാർജ് വരുന്നത്. പെഡൽ ബോട്ടിങ്ങിനുള്ള സൗകര്യം വരുന്നുണ്ട്. 50 രൂപയാണ് ഇതിന് വരെ ചാർജ് ചെയ്യുന്നത്. ഒരു ഓപ്പൺ ജിമ്മും ഗാർഡനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇവർ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു ദിവസം ഫുള്ളായിട്ടൊന്നും സ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല, വെയിലായതുകൊണ്ട് തന്നെ 4 മണിക്ക് ശേഷം വന്ന് ഫാമിലി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇത്. ചെറിയൊരു ഫുഡ് കോർട്ടും ഇതിനകത്ത് വരുന്നുണ്ട്. സ്പോർട്സ് ക്ലബില് ടർഫ്, ഔട്ട്ഡോർ ഗെയിംസ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. സ്റ്റേ ചെയ്യാൻ ഫാം ഹൗസും ഇവിടെ അവൈലബിൾ ആണ്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.